ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്ന മലയാളിക്ക് ഭാഷ, ദേശ, മതവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് പ്രബുദ്ധനായ എല്ലാ മലയാളിയും, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ വളരെ ആദരവോടുകൂടെ ആവേശത്തോടു കൂടെ കാണുന്ന ഒരു ക്രൈസ്തവനായ ചെറുപ്പക്കാരനാണ്. ഞാൻ പറയാ, അത്തരം ചെറുപ്പക്കാരൻ്റെയൊക്കെ ഊർജങ്ങളിൽ നിന്നാണ് ഇന്ന് പുതിയ മലയാളി കുറച്ചെങ്കിലും നനവുള്ള, ആർദ്രതയുള്ള, ലളിതമായ ജീവിതങ്ങളെയൊക്കെ കണ്ടെത്തുന്നത്. അപ്പം ആ ചെറുപ്പക്കാരൻ്റെ പല പ്രഭാഷണങ്ങളും, ആ ചെറുപ്പക്കാരൻ എഴുതിയ പല രചനകളും പുസ്തകങ്ങളും പുതിയ കാലഘട്ടത്തിൽ തീവ്രതയിലേക്കോ മിശ്ര ജീവിതങ്ങളിലേക്കോ ജീവിതത്തിൻ്റെ വ്യതിയാനങ്ങൾ കൊടുത്ത് വഴിമാറി സഞ്ചരിക്കാൻ ഇടവന്നേക്കാവുന്ന പല കുട്ടികളെയും ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ നല്ല നനവുള്ള പ്രസംഗങ്ങൾ, നനവുള്ള എഴുത്തുകൾ, അദ്ദേഹം ചലിപ്പിച്ച തൂലികകളൊക്കെ തന്നെ ഒരു പരിധിവരെ അതിലേക്ക് പോവാതെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതിൽ മതവും ജാതിയൊന്നുമല്ല. കാരണം അദ്ദേഹം മതമല്ല പറയുന്നത്. അതേ എല്ലാ മതക്കാരനെയും ഇന്ന് ഗ്രസിച്ചു പോയിരിക്കുന്ന ഈ തീവ്രമായ ലഹരി, ഈ തീവ്രമായ വേറിട്ടുള്ള ജീവിതം, ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭയാനകതയാണ് അദ്ദേഹം പല അനുഭവങ്ങളിലൂടെയും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് പരമാവധി പ്രോത്സാഹനം കൊടുക്കുക. കാരണം അവരെ പിന്നിലൊക്കെ ഇന്ന് അവരെ കേൾക്കാൻ, അവർ എഴുതുന്ന പുസ്തകങ്ങളെ വായിക്കാൻ നമ്മളെ ഈ കുട്ടികൾക്കിടയിൽ നല്ലൊരു വിഭാഗം ഉണ്ട്. ഇനി അതുകൂടി അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ആരുടെ വർത്തമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും മൂല്യം ഉണ്ടാകില്ല. ഒക്കെ മൂല്യനിരാസത്തിൻ്റെ കവലകളാകും, ഒക്കെ മൂല്യനിരാസത്തിൻ്റെ കുടുംബങ്ങളാകും, എല്ലാവരും മൂല്യനിരാസത്തിൻ്റെ വ്യക്തിത്വങ്ങളാകും. മൂല്യം നിരസിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിൽ ഭേദം മരിക്കല്ലേ? പിന്നെ അല്ലേ, തീക്കട്ട കയ്യിൽ പിടിക്കുന്നവനെ പോലെ ഇങ്ങനെ ജീവിക്കേണ്ടി വരൂലേ നമുക്കൊക്കെ? അതുകൊണ്ട് മൂല്യം നിരസിക്കാൻ പണിയില്ല. മൂല്യത്തെ നനച്ച് നട്ട് വളർത്തി പരിരക്ഷിച്ച് അതിനെ വിടരാനും വളരാനും അനുവദിക്കാനാണ് ഒരുപാട് സാഹസമുള്ളത്. ആ സാഹസത്തിന്റെ പിറകെയാണ് നമ്മളൊക്കെ പലവരും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ, കാരണം നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ സിംഹഭാഗം വരുന്നത് ഇന്നത്തെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കേണ്ട ചെറുപ്പക്കാരാണ്. അവരൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ, അവരുടെ പ്ലാറ്റ്ഫോം ഒന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോയി കഴിഞ്ഞാൽ താളഭംഗം സംഭവിക്കുന്നത് അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു ജനതയ്ക്കാണ്. അതിൻ്റെ അപകടം ആർക്കാണ്? ആരാ? ഈ പാപത്തിൻ്റെ ശമ്പളം പറ്റേണ്ട ആളുകൾ. അതുകൊണ്ട് നമ്മൾ ബലിയാടുകളാകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 1,00,000 മുകളിൽ കോപ്പി പുതിയ കേരളീയ കാലിക വർത്തമാനങ്ങൾക്കിടയിൽ വിറ്റടിക്കപ്പെട്ട പുസ്തകമാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറഞ്ഞാൽ. സഹായം ചെയ്യുന്ന എല്ലാവരും പടച്ചോൻ്റെ ചാരന്മാരാണ്. പടച്ചോൻ ഇങ്ങനെ പലപ്പോഴുമായിട്ട് ഓരോ ഭാഗത്തേക്ക് പറഞ്ഞയച്ച ആൾക്കാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് അദ്ദേഹം ഒരു രോഗിയായി കിടക്കുന്ന കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാകാൻ പോകുന്ന ഒരു മധ്യവയസ്സും പിന്നിട്ട ഒരമ്മയുടെ കഥ പറയുന്നുണ്ട്. ബ്ലഡ് കൊടുക്കണം അമ്മക്ക്. ആ അമ്മക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നതിൽ അമ്മയുടെ കോളേജിൽ പഠിക്കുന്ന മകൻ്റെ സഹപാഠികളും സതീർത്ഥ്യരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, അവൻ്റെ ക്ലാസ്മേറ്റ്സും അവൻ്റെ കൂട്ടുകാരൊക്കെ ആയിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വന്നു. അവൻ്റെ അവരുടെ കൂട്ടുകാരൻ്റെ അമ്മക്ക് മജ്ജ കൊടുക്കാനാണ്, പ്ലേറ്റ്ലേറ്റ് കൊടുക്കാനാണ്. ബ്ലഡിൽ നിന്ന് അല്ലേ 3 ലിറ്റർ ബ്ലഡ് കൊടുത്താലാണ് 1/2 ലിറ്റർ പ്ലേറ്റ്ലേറ്റ് കിട്ടുക. ആ 1/2 ലിറ്റർ പ്ലേറ്റ്ലേറ്റ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ വലിയ സൂചി അവൻ്റെ ശരീരത്തിൻ്റെ ഞരമ്പുകളിലേക്ക് കടത്തിവിട്ടിട്ട് 3 ലിറ്റർ രക്തം, ചോര, യന്ത്ര സാമഗ്രികളിലേക്ക് വലിച്ചു സ്വാംശീകരിച്ചു കൊടുക്കണം. അപ്പം 1/2 ലിറ്റർ പ്ലേറ്റ്ലേറ്റ് കിട്ടും. അത് ഈ അമ്മക്ക് അനിവാര്യമാണ്. അതിൽ 90% യുവാക്കളും നിരസിക്കപ്പെടുകയാണ്, ടെസ്റ്റിൽ പിന്തള്ളപ്പെടുകയാണ്. നിങ്ങൾ ക്വാളിഫൈഡ് അല്ല. എന്തേ? അവർക്ക് ചോരക്ക് എന്തെങ്കിലും കമ്മിണ്ടായിട്ടാണോ? ചോര ഇങ്ങനെ ത്രസിക്കുകയാണ് അവരുടെ ശരീരങ്ങളിൽ. നല്ല യുവത്വത്തിൻ്റെ പ്രതിരൂപങ്ങൾ, ആരോഗ്യ ദൃഢഗാത്രർ, നല്ല കായികക്ഷമതയുള്ള ആളുകൾ, എന്തിനും പോകുന്ന ആജാനുബാഹുക്കൾ. ഇവരെ എന്തേ നിങ്ങൾ ടെസ്റ്റിൽ പാസ്സല്ല, നിങ്ങളെ രക്തത്തിൽ നിന്ന് പ്ലേറ്റ്ലേറ്റ് എടുക്കാൻ പറ്റൂല, നിങ്ങൾ ഹെൽത്തി അല്ല എന്ന് പറയാൻ കാരണം അതിൽ മിക്ക ആളുകളുടെയും 90% യുവാക്കളുടെയും ശരീരത്തിൽ 20-25 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളുടെ ഈ എടുത്ത് ടെസ്റ്റിന് വിധേയമാക്കിയ ബ്ലഡിൻ്റെ അകത്ത് ഡ്രഗ്സിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. മദ്യമാകാം, കഞ്ചാവാകാം, MDMA ആകാം, ഹെറോയിൻ ആകാം, ചെറിസാകാം, കറുപ്പാകാം, ഹഷിഷാകാം, കൊക്കൈനാകാം, ഏത് സാധനമാകാം.
ഈ ഏതോ ഒരു മദ്യത്തിന്റെ ഡ്രഗിന്റെ ലഹരിയുടെ അംശം സ്വാധീനം ഇവരുടെയൊക്കെ ബ്ലഡിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് അവരെ കോളേജിലേക്ക് തന്നെ പറഞ്ഞേക്കാൻ. അപ്പൊ നോക്ക് നിങ്ങൾ, അതിൻ്റെ ഇടയിൽ ഈ ചെറുപ്പക്കാരൻ കൊടുക്കാൻ ബ്ലഡ് കൊടുത്തിട്ട് അവരോട് പറയാണ്, ഇനി ഇതിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, പ്ലേറ്റ്ലേറ്റ് എടുക്കേണ്ട പ്രൊസീജിയർ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണം, 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. ആ 2 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഒരിക്കലും ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് അടിക്കാൻ പാടില്ല. ബേക്കറി ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പാടില്ല. നന്നായി ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ഈ മനുഷ്യൻ തൻ്റെ പുസ്തകത്തിൽ പറയാൻ, ഞാൻ ആർക്കാണ് ഈ 2 ദിവസം എൻ്റെ ഉറക്കെ ശ്രദ്ധിച്ചത്, അല്ലേ? ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഒന്നുകൂടി എൻ്റെ മനസ്സിനോട് ഞാൻ മന്ത്രിച്ചത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഞാൻ കരുതലെടുത്തത് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ ശരീരം ക്ഷീണിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? ഞാനുമായിട്ടൊരു ചോരബന്ധം പോലും ഇല്ലാത്ത ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരാന്റെ മകളാകുന്ന ഒരു അമ്മയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ വീട്ടിൽ പോയിട്ട് 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി രാത്രിയുള്ള ചാറ്റിങ്, രാത്രിയുള്ള ഓൺലൈൻ സമയത്തിന്റെ നഷ്ടപ്പെടുത്തൽ എല്ലാം മാറ്റിവെച്ച് നേരത്തെ മൊബൈൽ ഓഫ് ചെയ്തിട്ട് കിടക്കുക. ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, ആർക്കോ വേണ്ടി നാം നമ്മളെ ജീവിതത്തെ പാകപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം കിടക്കുന്നത് എന്ന് ആ ചാപ്റ്ററിൽ അദ്ദേഹം പറയാം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൾ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.